അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് അജ്മാലിലുള്ള ഗ്ലാഡിയേറ്റേഴ്സ് അക്കാഡമിയിലാണ് കേട്ടോ. ഇവിടെ നമ്മൾ മെയിനായിട്ട് വരാൻ കാരണം സ്വിമ്മിംഗ് പൂളുണ്ട്. ഇവർ വന്നപ്പോൾ തുടങ്ങി കുറേ ആയി പറയുന്നത് നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോകാമെന്ന്. അപ്പോൾ എൻട്രി ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ബാഡ്ജ് നമുക്ക് കിട്ടും കേട്ടോ കയ്യിലിടാൻ. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂൾ കുറേ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ് കൂടുതലും കണ്ടുവച്ചത്. നമുക്ക് കുട്ടികളെയൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ഉള്ള ഒരുമിച്ചുള്ളത് കൂടുതലും വേണമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഗ്ലാഡിയേറ്റേഴ്സ് അക്കാദമി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്വിമ്മിംഗ് പൂൾ നമ്മൾ കണ്ടത്. പിന്നെ ഇവിടെ ഇതുപോലെ കുഞ്ഞു കുട്ടികൾക്ക് ഈ ഒരു സെക്ഷനും പിന്നെ കുറച്ചുകൂടി മുതിർന്നവർക്കും വലിയവർക്കും കൂടി വേണ്ടിയിട്ട് അപ്പുറത്ത് വലിയ സ്വിമ്മിംഗ് പൂളും ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ തിരിച്ചു വെച്ചേക്കാണ് കുഞ്ഞു കുട്ടികൾക്കും വലിയവർക്കും വേണ്ടിയിട്ട്. പിന്നെ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്ത് ഇതുപോലുള്ള ഒരു 5 സ്ലൈഡ് പോലെയുള്ള റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പൈസക്ക് ഉള്ള വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഓക്കെയാണ്. പിന്നെ നമുക്ക് ഈ സമ്മറിലൊക്കെ കുട്ടികളെയും കൊണ്ട് അവർക്കൊരു മടുപ്പ് വരാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് ഈ ഒരു സ്വിമ്മിംഗ് പൂൾ കേട്ടോ. അങ്ങനെ ഇവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇതുപോലുള്ള കുറച്ച് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാക്കമാർ അവിടെ ഓരോ റൈഡിലൊക്കെ കയറി തകർത്ത് നീന്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുക്ക് ഐബൂസ് ആണെങ്കിൽ കാക്കമാരെ കാണുമ്പോൾ ഒളിഞ്ഞു നോക്കലും കാക്കമാരെ വിളിക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇത്തവണ ഐബൂസിനെ നമ്മൾ ഇറക്കിയില്ല. ഇനി അടുത്ത തവണ വരുമ്പോൾ ഇറക്കാമെന്ന് വിചാരിച്ച് ഒരു ചെറിയൊരു പേടി അവൻ ഇറക്കാൻ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ അവൻ ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത്തവണ ഇറക്കിയില്ല കേട്ടോ. അതിൻ്റെ അടുക്ക് ഐബൂസിന് നമ്മൾ ഫ്രൂട്ട്സും സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കുകയാണ്. പിന്നെ നമ്മളും ഇവിടെ നിന്ന് ചായയും സ്നാക്സായിട്ട് കേക്കും വാങ്ങിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. ഇവിടെ തന്നെ ഷോപ്പുണ്ട്, നമുക്ക് ജ്യൂസ് ചായ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കാം. അപ്പോൾ ചായയും കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളായിട്ടുള്ള ഈ ബൊമ്മകളുടെ കളിയും പിന്നെ ബൊമ്മകൾ തമ്മിലുള്ള അടിപിടികളും ഒക്കെ കണ്ടുകൊണ്ടും ചായ കുടിക്കാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇവനാണെങ്കിൽ ഞാൻ നീന്തണം കാണിച്ച് തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളത്തിൽ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തമാശക്ക് അവരെ കളിയാക്കുമായിരുന്നു. ഏതൊരു സിനിമയിൽ സലീം കുമാർ വെള്ളത്തിൽ കൂടെ ഹൊയ് 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 എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരൂല്ലേ, അതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ട് തമാശക്ക് ഇരുന്ന് കളിയാക്കുമായിരുന്നു വരാം. പിന്നെ കുട്ടികൾക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായാലും കൊണ്ട് അവർക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂള്. പിന്നെ പ്രത്യേകിച്ച് സമ്മറിലാകുമ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കാക്കമാർക്കാണെന്നുണ്ടെങ്കിൽ ഇവനെ ഇറക്കാത്ത ആരം കൊണ്ട് ഭയങ്കര വിഷമം. അത് ആരം കൊണ്ട് കുട്ടികളുടെ നേരത്തെ ഒരു സെക്ഷൻ കാണിച്ചു തന്നിട്ടായിരുന്നു. അവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് നേരം ഐബൂസിനെയൊക്കെ ഒന്ന് ഇച്ചിരി ഇരുത്തിയുള്ളൂ. എന്നിട്ട് തിരിച്ചെടുത്ത് കൊണ്ട് പോകുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നേരത്തെ ഉണ്ടായിച്ച 2 ടീം പോയിട്ട് അടുത്ത 2 ടീം വന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇവരിൽ ഒരാൾ വന്നിട്ട് ഐബൂസിന് മൂപ്പരുടെ ചിറകൊക്കെ വിരിച്ച് കാണിച്ചു കൊടുത്ത് കളിപ്പിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ ആ ചിറക് വിരിച്ച് കാണിച്ചു കൊടുക്കല് അവൻ ഇച്ചിരി പേടിച്ചു പോയി. കുറച്ച് നേരം അവൻ കുറച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിന് ശേഷം അവരൊന്നും കൂടി സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് കളിച്ച് എല്ലാ റൈഡിലും ഒരു പ്രാവശ്യവും കൂടിയൊക്കെ കയറിയിട്ട് നമ്മൾ തിരിച്ചു പോയി കേട്ടോ.